നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മോനുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂത്ത മോനാണ്. അപ്പോൾ അവൻ്റെ മുഖത്ത് നിറച്ച് കുരുവാണ്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കുരു വന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി നിറച്ച് കുരു ഉണ്ട്. പിരുവിരുന്ന് ചെറിയ കുരുക്കൾ നിറച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ കുരു വന്ന സമയത്തൊക്കെ ഞാൻ തേച്ച് കൊടുത്ത് മാറിയ ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുഖക്കുരു മാറുമെന്ന് മാത്രമല്ല, മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. നല്ല തിളക്കമായിരിക്കും, ഇപ്പോൾ നല്ല ഗ്ലോയോട് കൂടിയിരിക്കും. മുഖക്കുരു മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് അതിന് മുന്നോട്ടൊരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട് എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് വരാം. ഇത് ഞവര അരിയാണ്, റെഡ് റൈസാണ്. ഇത് നമ്മുടെ മുഖം നല്ലപോലെ കളർ കൊണ്ടുവരാനും മുഖത്തെ പാടുകൾ മാറാനും മുഖം എന്നും തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നതാണ് ഞവര അരി. അപ്പോൾ ഈ റെഡ് റൈസ് പൊടിച്ചതാണ് ഒരു ഇൻഗ്രീഡിയൻസ് കേട്ടോ. നമ്മുടെ നീമിൻ്റെ ലീഫ് ഉണക്കി പൊടിച്ചതാണ്. നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത്. അത് ഞാൻ നമ്മുടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. വീട്ടിൽ പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പച്ച ഇല അരച്ച് ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ്. മുഖക്കുരുവിന് നല്ല കുറവ് കിട്ടും. അപ്പോൾ നമുക്കൊരു 1/2 സ്പൂണ് ആര്യവേപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ച ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ തിരിക്കിടുന്നത് നമ്മുടെ റെഡ് റൈസ് പൊടിച്ചതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ മുഖത്തിന് നല്ല കളറ് കൊണ്ടുവരാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ പെട്ടെന്ന് മാറി അവിടെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിട്ടിക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് തൈരോ പാലോ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത് പാലാണ്. പാലൊഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുവല്ലോ. നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല നിങ്ങളുടെ അടുത്ത് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ചിട്ട് ഉപയോഗിക്കുക. അരച്ച് മിക്സിയിലടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പാലോ തൈരോ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസോ എന്ത് കാണിച്ചാലും എടുത്ത് മിക്സ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് ചേരേണ്ടത് എടുക്കുക. പൊട്ടറ്റോ ജ്യൂസ് ആണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. തൈര് നല്ലതാണ്. ഞാൻ പാലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. പാല് ഇല്ല പച്ചേരാത്തവർക്കാണ് ഞാൻ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് പറഞ്ഞത്. അതുമാതിരി തന്നെ പച്ചരി പൊടി ഉണ്ടല്ലോ, നമ്മൾക്ക് നിങ്ങളുടെ അടുത്ത് ഞവര അരി പൊടി റെഡ് റൈസ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി നിങ്ങൾ ചേർത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഒട്ടും മാറ്റാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ചത് മാത്രം നമുക്ക് വിടാൻ പറ്റില്ല. അതാണ് നമ്മുടെ മുഖത്തെ ആ ഒരു കുരു മാറ്റിത്തരുന്നത്. മുഖക്കുരു പൂർണ്ണമായും മാറും. ആ പാടുകളും കാര്യങ്ങളും എല്ലാം മാറി മുഖം തിളക്കത്തോട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് റൈസിൻ്റെ ഞവര അരിയുടെ പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഇപ്പോൾ ഇതാ ഇവൻ്റെ മുഖത്ത് കണ്ടു, ഇവിടെയൊക്കെ നിറച്ചുണ്ട്. അടുത്തേക്ക് കൊണ്ടുവരാം ഞാൻ. ഇത് കണ്ടു, ഇതൊക്കെ കുരു പൊട്ടി മാറിപ്പോയതാണ്. പക്ഷെ പിന്നെ ഇതെവിടെയൊക്കെ കുരുക്കൾ നിറച്ച് വരുന്നുണ്ട്. ഇവിടത്തേക്ക് കുരു ഭയങ്കര വലുതുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് മുഖത്ത് മൊത്തം തേക്കുക. കുരു ഉള്ളവർക്ക് മാത്രമല്ല, കുരു വരാതിരിക്കാനും സഹായിക്കും. മുഖം മൊത്തം ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ഇത് മുഖം എന്നും നല്ല കളറോട് കൂടി നല്ല തിളക്കത്തോടു കൂടി ഇതിരിക്കാൻ സഹായിക്കും കേട്ടോ. ഇവരെ ഒന്നും ഉണ്ടല്ലോ നമുക്ക് പാക്ക് ഇടാനൊന്നും കിട്ടില്ല. പരമാവധി ഇവരൊക്കെ പാക്ക് ഇടാതിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വായോ ഒന്ന് മുഖം കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് എന്നോട് ചോദിക്കണം, മക്കളെ എന്താ കാണിക്കാത്തത്. ഇവനാണ് മൂത്ത മോൻ. ഇവൻ്റെ പേര് ധനുഷ് എന്നാണ്. ഇവനിപ്പോൾ 12th കഴിഞ്ഞു. ഇനിയിപ്പോൾ കോളേജിൽ പോകണം. ചെറിയ മോൻ വീഡിയോയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും അവനെയും പിടിച്ചിരുത്തും ഞാനിപ്പോൾ അവിടെ കുരു ഉള്ളിടത്ത് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെറ്റിയിലൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ അവൻ വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കുരു ഉള്ളവിടെ മാത്രം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 ദിവസം തുടർച്ചയായിട്ട് ഇത് ഇങ്ങനെ ഇടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ കുരുവൊക്കെ പൂർണ്ണം, നിങ്ങൾ എൻ്റെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, മുഖത്തൊക്കെ കുരു വന്നിട്ട് കുരു പൂർണ്ണമായും മാറുകയും ചെയ്യും. പിന്നെ നമ്മളിത് കുരു വരണമെന്ന് കണ്ടാൽ പിന്നെയും നമ്മളിത് ഇട്ട് നമുക്ക് ആ കുരു വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മുടെ മുഖം നോക്കണം. അതുമാതിരി കൊഴുപ്പ് കലർന്ന ഭക്ഷണം, പിന്നെ ഇവരുടെയൊക്കെ പ്രായം പറഞ്ഞാൽ ഇപ്പോൾ കുരു വരുന്ന പ്രായമാണ് മുഖത്ത്. അപ്പോൾ അതിൻ്റെയും കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവനിതൊരു നമുക്കിത് മസാജ് ചെയ്യാനൊന്നും പറ്റില്ല. കുരു ഉള്ളവർ ഒരിക്കലും മസാജ് ചെയ്യരുത്. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കുക. 20 മിനിറ്റിന് ശേഷം കളയുക. അപ്പോൾ എന്തായാലും അവനൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഇടാൻ പോവുകയാണ്. എൻ്റെ മുഖത്ത് ഇപ്പോൾ കുരുവൊന്നുമില്ല, എന്നാലും നമുക്കിത് സ്കിന്നിലേക്ക് നല്ലതാണ്.
മുഖത്ത് കുരു ഇല്ലാത്തവർക്ക് മസാജൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം മസാജ് ചെയ്യില്ലേ, ഉണങ്ങിയതിന് ശേഷം കഴുകണതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാം. മുഖത്തിൻ്റെ ഈ 2 സൈഡിൽ കൂടെ ഒരു ബ്ലാക്ക് കളർ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഇതിൽ കൂടെ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ആ മഞ്ഞ ഇങ്ങനൊരു ഇത് വരും, അത് നല്ല കുറവ് കിട്ടും, മെല്ലെ മെല്ലെ മാറും കേട്ടോ. പെട്ടെന്ന് അത് മാറണതല്ല, പക്ഷേ നിങ്ങൾ ഡെയിലി അത് ഉപയോഗിച്ച് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അത് നമുക്ക് നല്ലപോലെ നമ്മുടെ മുഖക്കുരു പൂർണ്ണമായും മാറാൻ സഹായിക്കും. ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ മുഖക്കുരു വരുന്ന പ്രായമാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ലപോലെ മുഖക്കുരു ഉണ്ടാവും. അപ്പോൾ ചിലവർക്കൊക്കെ മുഖക്കുരു ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ചിലർ അതൊന്നും അധികം മെയിൻ ചെയ്യാത്തവനൊക്കെ പറഞ്ഞാൽ മുഖക്കുരു വന്നാലും അതൊന്നും മെയിൻ ചെയ്യാറില്ല. ഞാനാണ് ചീത്ത പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മുഖത്ത് നിർബന്ധിച്ച് ഇരുത്തി തേച്ച് കൊടുക്കാറ്. ഇന്നിപ്പോൾ വീഡിയോയുടെ നമുക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ട് രണ്ടാളിൽ ഒന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മോന് മുഖം കഴുകിയിട്ട് വന്നു. മുഖത്തിന് പെട്ടെന്ന് നമുക്കൊരു ഗ്ലോ തോന്നിക്കും. ഇവൻ്റെ മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ട്. മുഖത്തത്തെ കുരു നമുക്ക് ഒരു വട്ടത്തിലൊന്നും പോയില്ല. നമുക്കതൊരു 8-10 വട്ടമൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അത് ഉണ്ടാവുക. ഇനി പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഐസ് വെച്ചൊരു ഒന്ന് ചെറുതായിട്ടൊരു മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ മുഖം കുറച്ച് നേരം കുഞ്ചു വെച്ച് ഇരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവൻ കുറച്ച് പാക്കുകളൊക്കെ ഇട്ടിട്ട് ഐസൊക്കെ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ മുഖത്തെ കുരു പൂർണ്ണമായി മാറിയതായിരുന്നു. ഇപ്പോൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഐസ് വെച്ചിട്ടൊന്നും ഇത് ചെയ്യും കേട്ടോ മസാജ്. അതിന് ശേഷം പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക്. കുട്ടികൾക്കും മുഖക്കുരു വരുന്ന കുട്ടികൾക്കെല്ലാം ഇത് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മുഖക്കുരു പൂർണ്ണമായും മാറുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.